നമ്മുടെ കണ്ണുകളെ നമ്മൾ എങ്ങനെ വിശ്വസിക്കും? സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്ന ഒരു വീഡിയോയാണിത്. ഒരു കൊച്ചു പയ്യനും അതായത് 14 വയസ്സുകാരനും തമിഴ് സിനിമാ നടി തൃഷയുമായി നൃത്തം ചെയ്യുന്ന ഒരു വീഡിയോ. ഒരിക്കലും ആദ്യ നോട്ടത്തിൽ ഇത് തൃഷയല്ല എന്ന് തോന്നുകയേയില്ല. അത്തരത്തിൽ വളരെ വലിയ രീതിയിൽ ആഴത്തിലുള്ള ബന്ധം വെളിവാക്കുന്ന തരത്തിലാണ് ഇത്തരത്തിൽ ഒരു വീഡിയോ ചിത്രീകരിച്ചിരിക്കുന്നത്. തൃഷയുടെ ചലനങ്ങളും ഫേഷ്യൽ എക്സ്പ്രഷൻ അടക്കം എല്ലാം ചിത്രങ്ങളിൽ വ്യക്തവുമാണ്. പക്ഷേ ഇത് തൃഷയല്ല എന്ന് മനസ്സിലാക്കുന്നിടത്താണ് നമ്മൾ ഭയപ്പെടേണ്ടത്. ഇന്ന് തൃഷയുടെ സ്ഥാനത്ത് നാളെ ഞാനോ നിങ്ങളോ അതല്ലെങ്കിൽ നമ്മുടെ മക്കളോ ആകാം. അതായത് നമ്മുടെ നാട്ടിൽ വലിയ പ്രസിദ്ധി ആർജിക്കുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ നിർമ്മിത ബുദ്ധിയുടെ വരാനിരിക്കുന്ന വലിയ അപകടം എത്രയും വേഗം ഇതിന് കടിഞ്ഞാണിട്ടേ പറ്റൂ എന്ന് ഈ സംഭവങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നിർമ്മിത ബുദ്ധിയുടെ നിരവധി നല്ല വശങ്ങൾ നമുക്കറിയാം. പരിഷ്കൃത സമൂഹത്തിന് അത് ആവശ്യവുമാണ്. മരിച്ചുപോയവരെ തന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനും തങ്ങളുടെ പ്രിയപ്പെട്ടവരെ ജീവനോടെയൊക്കെ കാണാൻ സാധ്യമാകുന്ന തരത്തിൽ ഇപ്പോൾ നമ്മുടെ നിർമ്മിത ബുദ്ധി എത്തിക്കഴിഞ്ഞു. പക്ഷേ നമ്മുടെ ജീവിതം തന്നെ ഇല്ലാതാക്കുന്ന തരത്തിലേക്ക് ഈ നിർമ്മിത ബുദ്ധി ദുരുപയോഗം ചെയ്താൽ എങ്ങനെ നമുക്ക് പിന്തുണയ്ക്കാനാകും? ഈ ഒരു വീഡിയോ മാത്രം എടുക്കാം. ഇത് എങ്ങനെയാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്ന് ടെക്നിക്കലായി അറിയാവുന്ന ഒരു സുഹൃത്തിനോട് ചോദിച്ചു. അദ്ദേഹം പറയുന്നത്, ഒരു വെബ്സൈറ്റിൽ 2 ചിത്രങ്ങൾ മാത്രം നൽകിയാൽ മതി. ആ ചിത്രങ്ങൾ എന്തു ചെയ്യണം, അതിനെ എങ്ങനെ ജനറേറ്റ് ചെയ്യണമെന്ന് എഴുതി നൽകിയാൽ മാത്രം മതി. ചുംബിക്കുന്നതോ അടുത്തിരിക്കുന്നതോ കിടക്കുന്നതോ മറ്റെന്ത് തരത്തിലുള്ള വീഡിയോകളാണെങ്കിലും നമുക്ക് ലഭിക്കും. സാമൂഹ്യ മാധ്യമങ്ങൾ വഴി സ്വന്തം ചിത്രങ്ങൾ പങ്കുവയ്ക്കുന്ന സ്ത്രീകളും കുട്ടികളും എന്തിന് പുരുഷന്മാർ വരെ അവരറിയാതെ പല വീഡിയോകളുടെയും ഭാഗമാകും. പോൺ സൈറ്റുകളിൽ വീഡിയോകളിൽ പ്രത്യക്ഷപ്പെടും. സത്യത്തിൽ നമ്മുടെ കണ്ണുകൾക്ക് വിശ്വസിക്കാൻ കഴിയാത്തത് പലതും നടക്കുകയാണ്. അടുത്തിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗർഭാ നൃത്തം കളിക്കുന്ന വീഡിയോ വൈറലായിരുന്നു. എന്നാൽ മണിക്കൂറുകൾക്ക് ശേഷമാണ് അത് ഒറിജിനൽ വീഡിയോ അല്ലെന്നും ഡീപ് ഫേക്ക് ആണ് എന്നും അത് ഉണ്ടാക്കിയെടുത്തതാണെന്നും തിരിച്ചറിഞ്ഞത്. ദില്ലിയിൽ BJP ആസ്ഥാനത്ത് പാർട്ടിയുടെ ദീപാവലി മിലൻ പരിപാടിയിൽ പ്രധാനമന്ത്രി ഡീപ് ഫേക്കിനെ ജാഗ്രതയോടെ നേരിടണമെന്നും അല്ലെങ്കിൽ അത് അരാജകത്വം സൃഷ്ടിക്കുമെന്നും പ്രഖ്യാപിക്കുകയും ചെയ്തു. നോക്കൂ, തീർച്ചയായും അനന്തമാണ് നിർമ്മിത ബുദ്ധിയുടെ സാധ്യതകൾ. പക്ഷേ ഇത്തരത്തിൽ മനുഷ്യന്റെ വ്യക്തി സ്വാതന്ത്ര്യത്തിലേക്ക് ഫേക്ക് ഐഡന്റിറ്റി വഴി സമൂഹത്തിലെ അവരുടെ വിലയിടിക്കുന്ന തരത്തിലേക്കുള്ള പ്രവർത്തനങ്ങളിലേക്കൊക്കെ സർവോപരി മറ്റു വിധ്വംസക പ്രവർത്തനങ്ങളിലേക്ക് പോലും ഈ ഡീപ് ഫേക്ക് നയിക്കപ്പെടുമ്പോൾ നാം ഒരു കാര്യം ചിന്തിക്കണം. ഇത് നമ്മുടെ നാടിനെ അരാജകത്വത്തിലേക്ക് നയിക്കുകയാണ്. നാം കൺമുന്നിൽ കാണുന്നത് വിശ്വസിക്കണമെങ്കിൽ ഇനി നാം മാത്രം വിചാരിച്ചാൽ പോരാ. അത്തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. അതെ, അത്രത്തോളം സ്വന്തം കണ്ണിനെ പോലും വിശ്വസിക്കാനാകാത്ത തരത്തിൽ സാങ്കേതിക തികവാർന്ന ദൃശ്യങ്ങൾ മനുഷ്യന്റെ ജീവിതത്തെ അസ്വസ്ഥപ്പെടുത്തി തുടങ്ങി. നിർമ്മിത ബുദ്ധിയുടെ കണ്ടുപിടുത്തം ഒരേ സമയം നമുക്ക് അത്ഭുതവും ആശ്രയവും സമ്മാനിച്ചപ്പോഴും പല രീതിയിലും അതിന്റെ ദുരുപയോഗം ഗുണത്തെക്കാളേറെ ദോഷമായി മുന്നിൽ ഉയർന്നു നിൽക്കുന്നു. നിർമ്മിത ബുദ്ധിയുടെയും റോബോട്ടിക്സിന്റെയും ഡീപ് ലേണിംഗിന്റെയും ഒക്കെ തനിമയിൽ ലോക പുരോഗതി ദിനം പ്രതി കൺമുന്നിൽ തന്നെ കണ്ടുകൊണ്ട് പുളകം കൊള്ളുകയാണ് ശാസ്ത്രലോകവും ലോകത്തെ ജനങ്ങളുമെല്ലാം. കഴിഞ്ഞ 10-20 വർഷങ്ങളിൽ ശാസ്ത്ര സാങ്കേതിക വിവര സാങ്കേതിക രംഗത്തുണ്ടായ കുതിച്ചുചാട്ടം അത്ഭുതാവഹവുമാണ്. അത് സമ്മതിക്കുകയും വേണം. ഇപ്പോഴും ഓരോ മിനിറ്റിലും നാം അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. നിർമ്മിത ബുദ്ധി മനുഷ്യരാശിക്ക് തന്നെ പകരക്കാരനാകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നുവെന്നാണ് സ്റ്റീഫൻ ഹോക്കിങ്സ് അഭിപ്രായപ്പെട്ടത്. മനുഷ്യനെ മറ്റു ജീവികളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് അവന്റെ ചിന്തിക്കാനുള്ള കഴിവാണ്. അതെല്ലാവർക്കും അറിയാം. മനുഷ്യനെ പോലെ മറ്റൊരു ജീവിക്കും സാഹചര്യങ്ങൾക്കനുസരിച്ച് ചിന്തിക്കാനോ അതിനനുസരിച്ച് പ്രവർത്തിക്കാനോ കഴിയുകയുമില്ല. അതുകൊണ്ട് തന്നെയാണ് മനുഷ്യന് മറ്റെല്ലാ ജീവികളെയും തങ്ങളുടെ കാൽക്കീഴിൽ കൊണ്ടുവന്ന് ലോകത്തെ ഭരിക്കാൻ കഴിയുന്നതും. ആ മനുഷ്യന്റെ ചിന്തയെയാണ് നിർമ്മിത ബുദ്ധി വെല്ലുവിളിക്കുന്നത്. മനുഷ്യ ചിന്തകളുടെ ഉയർന്ന ആധിപത്യത്തെ പോലും മറികടക്കാൻ നിർമ്മിത ബുദ്ധിക്ക് കഴിയുന്ന അവസ്ഥ മനുഷ്യന്റെ തിരിച്ചറിവ് എന്ന സ്വഭാവ സവിശേഷതയും അതിനേക്കാൾ പ്രധാനമായ സാമൂഹിക ബോധ്യവും ചോദ്യം ചെയ്യപ്പെടുന്ന അവസ്ഥയായി മാറുന്നുണ്ട്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇത്തരത്തിൽ ഡീപ് ഫേക്ക് എന്ന നിർമ്മിത ബുദ്ധിയിൽ കൃത്രിമമായി നിർമ്മിക്കപ്പെട്ട ഫോട്ടോകൾ, വീഡിയോകൾ, ശബ്ദം പോലും. ചിലരെങ്കിലും നിർമ്മിത ബുദ്ധിയിലൂടെ ഇത്തരത്തിൽ ഒരു വ്യക്തിയുടെ എല്ലാ രൂപഭാവങ്ങളും അടങ്ങിയ ഒരു ചിത്രം പ്രസിദ്ധീകരിക്കുമ്പോൾ ഇത് നിർമ്മിത ബുദ്ധിയുടെ നിർദോഷമെന്ന് തോന്നാവുന്ന ഒരു കൗതുകത്തിനായി നിർമ്മിക്കപ്പെടുന്ന വീഡിയോകൾ എന്ന് തള്ളിക്കളയാറുണ്ട്. പക്ഷേ ഇതങ്ങനെ തള്ളിക്കളയാൻ കഴിയില്ല. ആയിരക്കണക്കിന് ഡേറ്റാ ബേസുകളിൽ നിന്ന് ആവശ്യത്തിന് വിവരങ്ങൾ ശേഖരിച്ചാണ് നിർമ്മിത ബുദ്ധി അൽഗോരിതം പ്രവർത്തിക്കുന്നത്. അതുപയോഗിച്ച് മെഷീൻ ലേണിംഗുകളിലൂടെ ഡീപ് ഫേക്ക് നിർമ്മിക്കപ്പെടുന്നു. ഒരു വ്യക്തിയുടെ ശരീരത്തിന്റെ ഓരോ അണുവിന്റെയും ചലനങ്ങൾ അത്രമേൽ ആഴത്തിൽ മനസ്സിലാക്കിയാണ് വീഡിയോ തയ്യാറാക്കുന്നത്. മുഖത്തെ പേശികളുടെ ചലനങ്ങൾ, ശബ്ദം, ചുണ്ടിന്റെയും കണ്ണിന്റെയും അനക്കങ്ങൾ എന്നിങ്ങനെ എല്ലാ സൂക്ഷ്മമായ കാര്യങ്ങളും സ്വാപ്പ് ചെയ്താണ് ഈ ഡീപ് ഫേക്കുകൾ നിർമ്മിക്കപ്പെടുന്നത്.
യാതൊരു വിധത്തിലും വ്യത്യാസം തോന്നാത്ത തരത്തിൽ അത്രമേൽ കൃത്യമായാണ് ഇവ നിർമ്മിക്കപ്പെടുന്നത്. അതിനാൽ തന്നെ ഈ രംഗത്ത് ഒരു സ്പെഷ്യലിസ്റ്റിന് പോലും ഒറ്റ നോട്ടത്തിൽ ഇത് ഒറിജിനൽ ആണോ ഫേക്ക് ആണോ എന്ന് തിരിച്ചറിയാൻ കഴിയില്ല. അവിടെയാണ് അപകടം. അടുത്തിടെ നടി രശ്മിക മന്ദാനയുടെ അത്തരത്തിലൊരു വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയും അതിനുശേഷം വലിയ വിവാദങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്തു. ഇപ്പോൾ ഇത് തൃഷയുടെയും. മറ്റൊരു അപകടം പതിയിരിക്കുന്നത് ഡീപ് ഫേക്ക് ഏറ്റവും അധികം ഉപയോഗിക്കുന്ന മേഖലയായ പോൺ വീഡിയോകൾ നിർമ്മിക്കുന്ന ഇടങ്ങളിലാണ്. ഡീപ് ഫേക്കിന്റെ ആദ്യ രൂപം 2017 മുതൽ തന്നെ നിലവിലുണ്ട്. ചില പോൺ സൈറ്റുകളിൽ ഹോളിവുഡ് നടികളുടെ ഫോട്ടോകൾ സ്വാപ്പ് ചെയ്യപ്പെടുകയും അത് വലിയ രീതിയിൽ പ്രചരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. എന്നാൽ നിർമ്മിത ബുദ്ധി ഏറ്റവും ക്രിയാത്മകമായി ഉപയോഗിക്കപ്പെട്ട അവസാനത്തെ 2 വർഷങ്ങളിൽ ഇതുപയോഗിച്ചുള്ള പോൺ വീഡിയോ നിർമ്മാണം പല മടങ്ങ് വർദ്ധിച്ചതായി കണക്കുകൾ സൂചിപ്പിക്കുന്നു. 2023 മാത്രം 1.5 ലക്ഷത്തിനടുത്ത് വീഡിയോകളാണ് ഇത്തരത്തിൽ നിർമ്മിക്കപ്പെട്ടതെന്നും സൈറ്റുകളിൽ അപ്ലോഡ് ചെയ്യപ്പെട്ടതെന്നും കണക്കുകൾ പറയുന്നു. മാത്രവുമല്ല, ആൾമാറാട്ടത്തിന്റെ ആധുനിക മുഖം കൂടിയാണ് ഇത്തരത്തിലുള്ള ഡീപ് ഫേക്കുകൾ. ഒരാളുടെ മുഖഭാവം പോലും പൂർണ്ണമായി മാറ്റി മറ്റൊരാളുടെ ഐഡന്റിറ്റിയിൽ അയാൾ ചെയ്യുന്നതായി വരുത്തി തീർക്കുന്നത് ആൾമാറാട്ടത്തിന്റെ ഏറ്റവും ആധുനികമായ മുഖമാണ്. അത് ഡീപ് ഫേക്കുകൾക്ക് കഴിയും. വിനോദപരമായ കാര്യങ്ങളിൽ അവ ഉപയോഗിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ലാഘവമല്ല, മറ്റുള്ളവരുടെ വ്യക്തി സ്വാതന്ത്ര്യത്തെയും രാജ്യസുരക്ഷയെയും വരെ ബാധിക്കുന്ന തരത്തിലേക്ക് ഇത് മാറുമ്പോൾ ഇത് നിയന്ത്രിച്ചേ മതിയാകൂ. മനുഷ്യൻ നിർമ്മിച്ചവ മനുഷ്യനാൽ നിയന്ത്രിക്കാൻ കഴിയാത്ത തരത്തിലേക്ക് വ്യക്തിത്വം തന്നെ നശിപ്പിച്ച് വളരുകയാണെന്നുള്ളതാണ് പ്രധാന കാര്യം.